അനുമോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ചേച്ചി ഇപ്പം ബിഗ് ബോസിൽ കപ്പടിച്ചിരിക്കുകയാണ്. പൊന്നേ അനുമോളെ ഇട്ടുകൊണ്ട് വറക്കുന്ന കണ്ടേച്ചാല് എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് എന്തോന്നോ ഞാൻ എവിടെയോന്ന് പറഞ്ഞാല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോളെ 2.5 വർഷം എൻ്റെ കൂടെ അമ്മായിയമ്മയും മരുമോളായിട്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ യൂട്യൂബിൽ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ ഡിസ്കഷനിൽ നിന്ന ഒരു ടോപ്പിക് തന്നെയായിരുന്നു മല്ലിക സുകുമാരൻ ആളുടെ ഇന്റർവ്യൂവില് നമ്മളുടെ അനുമോള് റിലേറ്റ് ചെയ്ത് പറഞ്ഞ കുറെ കാര്യങ്ങൾ. എനിക്കറിയാം, മേ ബി എന്റെ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആസ് യൂഷ്വൽ ഇന്നലെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വളരെ ലേറ്റ് ആയിരുന്നു, വീഡിയോ ഒന്നും എടുത്തില്ല. സോ ഇന്നാണ് ഞാൻ ആ ഇന്റർവ്യൂ കാണുന്നതും അത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ ആദ്യം തന്നെ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതിന്റെ കൂടെ ഹൈപ്പ് അടിക്കാനും നിങ്ങൾ ആരും മറക്കണ്ട. അപ്പൊ മല്ലിക സുകുമാരൻ അനുവിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അനുമോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ചേച്ചി ഇപ്പം ബിഗ് ബോസിൽ കപ്പടിച്ചിരിക്കുകയാണ്. പൊന്നേ അനുമോളെ ഇട്ടുകൊണ്ട് വറക്കുന്ന കണ്ടേച്ചാല് എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് എന്തോന്നോ ഞാൻ എവിടെയോന്ന് പറഞ്ഞാല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോളെ 2.5 വർഷം എൻ്റെ കൂടെ അമ്മായിയമ്മയും മരുമോളായിട്ട്. അത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ലോകത്തൊന്നും അല്ല ചോദിച്ച പെണ്ണ് ജീവിക്കുന്ന എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം. പെണ്ണോ എനിക്ക് ഓർമ്മയില്ല, ആരും പറഞ്ഞു. ഈ ഒരു വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് 2.5 വർഷമായി ഞാനും അനുമോളും ഒരു സീരിയലില് അമ്മായിയമ്മ മരുമോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് അനുമോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇത്രത്തോളം സംസാരിച്ചു, ഇത്രത്തോളം റിയാക്ട് ചെയ്തു എന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 2.5 വർഷമായിട്ട് ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത്, അനുമോൾ എന്ന് പറയുന്നത്. അപ്പൊ അനുമോളുടെ സ്വഭാവം എന്താണ്, അനുമോളുടെ പെരുമാറ്റം എങ്ങനെയാണ്, ഈ 2.5 വർഷത്തിനിടയിൽ അനുമോൾ പല സാഹചര്യങ്ങളിലും എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ഈ മല്ലിക സുകുമാരന് നല്ലൊരു നോളജ് ഉണ്ടാവും. 2.5 വർഷം ഒരുമിച്ച് ഒരു സീരിയലിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ മല്ലിക സുകുമാരന് ഇനി ഈ ഇന്റർവ്യൂവിന്റെ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന അനുമോള് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ സത്യമാണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പല വ്യക്തികളും ഒരു 90 ദിവസം ഷോയിന്റെ ഉള്ളിൽ കണ്ടതിനെ ബേസ് ചെയ്തിട്ട് അനുമോളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 2.5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആള് അനുവിനെ പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് വിശ്വസിച്ചൂടെ? എന്തായാലും ബാക്കി കേൾക്കാം. അപ്പോ ഈ പറഞ്ഞതുപോലെ ഈ അനുമോളെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളൽ, അത് ഞാൻ പറട്ടെ, അതുണ്ടാവും. അവളിങ്ങോട്ട് അഭിനയിക്കാൻ വന്നു, ആ കുട്ടി അതിനിങ്ങനെ ആകെ മൊത്തം ഒരു എക്സൈറ്റ്മെന്റ്. ഉടനെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു, അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു. ഇപ്പം മറ്റേ കൊച്ചു കണ്ടില്ലേ, ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കിയെന്ന് വിചാരിക്കുന്നത്. അത് ആ കുട്ടിയുടെ കുറ്റമല്ല. അവൾ ദുബായ് പോയപ്പോഴേക്ക് ലോകം പിടിച്ചടക്കി. ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് ആരെയാന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളുടെ രേണു സുധീനെയാണ്. അപ്പൊ ഇതിന്റെ തുടക്കത്തില് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ആളുടെ ലൈഫ് ഇങ്ങനെ മാറി വരുന്ന സമയം ആള് ഒരു പ്രായത്തിൻ്റെതായ ഒരു തുള്ളലൊക്കെ ഉണ്ട് എന്ന രീതിയിലാണ് ഇവർ ഉദ്ദേശിച്ചത്, ഈ മല്ലിക സുകുമാരൻ. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ അനുവിന്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോന്ന് എനിക്കറിയില്ല. നമ്മുടെ മഴവിൽ മനോരമയിൽ എങ്ങാനും വന്ന ഉടൻ പണോ ദേ പണോ അങ്ങനെ എന്തോ ഒരു പണപരിപാടിയിൽ അനു വന്നിട്ട് അനുവിന്റെ ലൈഫിനെ കുറിച്ച് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അല്ലെ, അതൊന്നും വേണ്ട. അനുവിന്റെ കുറെ ഇന്റർവ്യൂസ് ശ്രദ്ധിച്ചറിയാം. അനുവിന്റെ അച്ഛൻ ആരോഗ്യ പ്രശ്നമുണ്ട്, ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് PSC എഴുതിയെടുത്തത്. ഇങ്ങനെ കുറെ എന്താ പറയാ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിൽ കൂടെ വളർന്നു വന്ന ഒരാള് വളരെ പെട്ടെന്ന് അയാളുടെ ജീവിതം ഇങ്ങനെ നിന്നത് നേരെ മറിഞ്ഞ് വലിയൊരു ഫെയിം സിറ്റുവേഷനിലോട്ട് പോവാണ്. അവിടെ ഒരുപാട് ഇനാഗ്രേഷൻസ് കിട്ടുന്നു, ഒരുപാട് ഇന്റർവ്യൂസ് കിട്ടുന്നു, ഒരുപാട് TV ഷോസ് കിട്ടുന്നു, പല പ്രോഗ്രാമിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ആൻഡ് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ പെർട്ടിക്കുലർ വ്യക്തിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസും അത് ഭയങ്കര ഹാപ്പി ആക്കലും ഭയങ്കര പോസിറ്റീവ് ആക്കലും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി പണ്ട് ഇന്റർവ്യൂസിൽ റെസ്പോണ്ട് ചെയ്ത പോലെയല്ല ഇപ്പൊ റെസ്പോണ്ട് ചെയ്യുന്നത്. പണ്ടത്തെ സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം. സോ സാഹചര്യം മാറുന്നതിനനുസരിച്ച് ഓരോ വ്യക്തികളുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതൊരു മെച്യൂർ സ്റ്റേജിലാണെങ്കിൽ അത് ആ ഒരു സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്യും. വളരെ ഇമ്മെച്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ടു ആൻ എക്സ്റ്റെന്റ് നമ്മൾ ഈ പൊട്ടിത്തെറിയും ഈ തുള്ളലുകളികളൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത്. അതവര് ചെയ്തോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു അത്ര വിവരമില്ല. അതാണ് സംഭവം.
കാരണം നമ്മൾ ലൈഫിൽ ചെയ്യാത്തൊരു കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ എൻ്റെ കേസ് റിലേറ്റ് ചെയ്ത് പറയാം. ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇടുന്ന സമയങ്ങളിലൊക്കെ ഷോർട്സിന് അത്യാവശ്യം റീച്ച് ഉണ്ടെങ്കിലും ലോങ് വീഡിയോസ് ഒക്കെ ഒരു 500-600 വ്യൂ എന്നൊക്കെ കയറി വന്നിട്ടുള്ള ആളാണ് ഞാൻ. ചില വീഡിയോ 2 ലക്ഷമൊക്കെ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷേ ഗ്രാഫ് അതുപോലെ തന്നെ കുറഞ്ഞ് ഇപ്പൊ വീണ്ടും 2K 3K 4Kയിൽ പോകും. അപ്പൊ ഇതൊരു ഫേസ് ഓഫ് ലൈഫാണ്. പക്ഷെ നമ്മളതിൽ ഓവർ അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഴ്ച വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ വീഴ്ചയും കയറ്റവും ഒരുപോലെ സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോഴാണ് ഒരു റിയൽ സക്സസ് എന്ന് പറയുന്നത്. അതൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ PR, പിന്നെ എന്നാ ഞാനൊരു 25 ലക്ഷമായിട്ട് PR ബിഗ് ബെനിക്ക് കിട്ടുമോ? അല്ല, എനിക്ക് അറിയണമായിട്ട് വെറുതെ അതായത് എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിനാണ് ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ. ഈ ഒരു സാധനം ഞാൻ എടുത്തു വെച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എന്റെ വീഡിയോ കണ്ടിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞു, നിങ്ങൾ ആദ്യം അനുവിനെ അഗെയിൻസ്റ്റ് പറഞ്ഞു, പിന്നെ നിങ്ങൾ അനുവിനെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു, നിങ്ങൾ ആദ്യം അനുവിന്റെ PR-നെ കുറ്റം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ അനുവിന്റെ PR-നെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ എന്റെ ഈ ഒരു വിഷയത്തിൽ എന്റെ സ്റ്റാൻഡ് പറഞ്ഞുതരാം. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി PR-നെ വെച്ചിട്ടുണ്ട്. അനുമോൾ മാത്രമല്ല PR വെച്ചത്, ബിഗ് ബോസിലുള്ള ഒരുപാട് കണ്ടസ്റ്റന്റ്സും PR വെച്ചിട്ടുണ്ട്. എന്റെ ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ ചോദിച്ചാൽ അനീഷാണ്. ഞാൻ ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ദ ഡിസേർവിംഗ് കണ്ടസ്റ്റന്റ് ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അനീഷാണ്. പക്ഷെ ഇവിടെ ജയിച്ചത് അനുമോളാണ്. അനുമോൾ ജയിച്ചത് PR-ന്റെ മാത്രം ഇൻഫ്ലുവൻസിലാന്ന് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. PR-ന്റെ ഇൻഫ്ലുവൻസും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ അനു എന്തൊക്കെയോ കണ്ടന്റുകൾ ബിഗ് ബോസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിഗ് ബോസിന്റെ പല പ്രൊമോ വീഡിയോസ് എടുത്ത് നോക്കിക്കോ, അനുവിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ആ ഒരു ഡേത്തെ എപ്പിസോഡ്സ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. സോ അതിന് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ PR-ഉം ഉണ്ട്. ആൻഡ് അനുവിടെ PR-ൽ എനിക്കുണ്ടായിരുന്ന ഒരു ഹെയ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടും അതേ സെയിം ടൈമിൽ തന്നെ ബാക്കിയുള്ള വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒരുപാട് ചീത്ത വിളിച്ചുകൊണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു PR ബേസ് ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുമോൾ ഡിസേർവിംഗ് അല്ല എന്നല്ല പറഞ്ഞത്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡിസേർവിംഗ് വ്യക്തി ഓഫ് കോഴ്സ് ഇറ്റ്സ് അനീഷ്. പക്ഷെ അനു ഒരുപാട് കണ്ടന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ആളും അനു അല്ലെങ്കിൽ അനീഷ് അല്ലാണ്ട് വേറെ ആര് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഗെയിം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആര്യനുണ്ട്, അല്ലാണ്ട് ഒരു കണ്ടന്റ് മേക്കർ ആയിട്ട് നെവിൻ ഓൾസോ ഫുൾ ടൈം ഒരു എന്റർടൈൻമെന്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. നെവിനും പറയാം, അല്ലാണ്ട് ഐ ഡോണ്ട് നോ. ഈ നെവിന്റെ പേര് പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ്, ഫസ്റ്റ് ടു എൻഡ് വരെ ഒരു ലൈവ് സാധനം, അവരുടെ ഒരു പ്രസൻസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറയായിട്ട് നാണമില്ലേ ഇവന്മാർക്കൊക്കെ? ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ, ഞാൻ അതിനകത്ത് ചില 1-2 റീൽസും ഇതിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും, അത് കറക്റ്റാണ്, നമുക്കും കാണുമ്പോൾ തോന്നുക. നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ പറയുമ്പോൾ ഇവൻ കൊള്ളാമല്ലോ നമുക്ക് തോന്നും, അല്ലേ? അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റവൾ ഇങ്ങനെ ഒന്നുമല്ല. അനുമോൾ ഞാൻ കണ്ട കാലം മുതൽ ഒരു ഉദ്ഘാടനത്തിന് പോലെ എവിടെ പോലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള സഹോദരി. വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചില മീഡിയക്കാരെല്ലാരും കൂടെ വട്ടത്തിൽ വന്ന് നിന്നിട്ട് ഈ ആക്ടറിന്റെ അടുത്തോ അല്ലെ ആക്ട്രസ്മാരുടെ അടുത്തൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കുന്ന സമയം നമ്മൾ തന്നെ ആലോചിക്കും, എന്തടിസ്ഥാനത്തിലാണ് ഇവരിത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് ഇവർക്ക് എന്താ കിട്ടുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചു. വളരെ പൊട്ടൻ ചോദ്യം ചോദിച്ച്, വളരെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച്, ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ക്യാമറയായിട്ട് പോകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഭാഗം മാത്രം സൂം ചെയ്യുക, താഴേന്നും ടോപ്പിന്നും വീഡിയോസ് എടുക്കുക. ആ സിനിമ പ്രൊമോഷന് വന്നതാണെങ്കിൽ സിനിമയല്ലാത്തതായ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്രം എവിടെ എത്തിയാലും രേണുസുധീനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ലക്ഷ്മി നക്ഷത്രം അവിടെ വന്ന ഇന്റർവ്യൂവിനായിരിക്കാം, ഇനാഗ്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യവും ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ രേണുസുധീനെ ബന്ധപ്പെട്ട്. അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ തോന്നുമ്പോൾ ഈ സെയിം സാധനമാണ് മല്ലിക സുകുമാരൻ പറഞ്ഞ അതേ സാധനം ഇവന്മാർക്കൊക്കെ വേറെ പണിയില്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. കുഞ്ഞ്, സഹോദരിയുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ, വലിയ രീതിയിലൊരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അനു. അനുവിൻ്റെ അച്ഛൻ അങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല, അതിനും ഒരു 1.5 കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്നും ഞാൻ വിളിച്ചിരുത്തി, എനിക്കൊരു മുറി ഉണ്ട് അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത്, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉപദേശിപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് കരയാൻ, അപ്പം ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞല്ല മോളെ, അത്ര എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം, ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ സമൂഹം എല്ലാവരും
നല്ല കൊച്ച് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരുടെ ഇതും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. കാരണം അത് മനുഷ്യൻ്റെ സ്വഭാവമാണത്. ഇവിടെ മല്ലിക സുകുമാരൻ പറഞ്ഞ 3-4 കാര്യങ്ങൾ ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ടുള്ള സാധനമാണ്. അതിൽ ആദ്യത്തെ ഒരു സാധനമാണ് അവസാനത്തെ ഡയലോഗ്. ഈ ലോകത്തുള്ള എല്ലാവരും നമ്മൾ നല്ലതാന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ നല്ലതാന്ന് പറയുന്നതും കാത്ത് അല്ലെ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു അവസാനം ഉണ്ടാവില്ല. ആൻഡ് സെക്കൻഡ് തിങ്, ആളുടെ മല്ലിക സുകുമാരൻ അനുമോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഫാമിലി ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പല പ്രോഗ്രാമിന് പോകുമ്പോഴാണെങ്കിലും പല സ്ഥലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലാണെങ്കിലും അതിന് കുറേ ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇത് അനുവിന്റെ ഒരു സ്ട്രാറ്റജിയാണ്, കുടുംബ പ്രേക്ഷകരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞ സമയത്ത് മല്ലിക സുകുമാരനാണ് പല കാര്യങ്ങളും പറയുന്നത്. മല്ലിക സുകുമാരൻ വിളിച്ചിരുത്തി പല കാര്യങ്ങളും അവളടുത്ത് സംസാരിക്കുമ്പോൾ അവൾ ഒരുപാട് കടന്ന് കരഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മളും പറയുന്നതാണ്. കരച്ചിൽ റാണി, ബിഗ് ബോസിൽ കരച്ചിൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇത്രയാണ്, കരച്ചിൽ മെറ്റീരിയൽ ബിഗ് ബോസിന് പറ്റിയ ഒരാളല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു സ്ട്രാറ്റജിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇസ് നോട്ട് എ ബിഗ് ബോസ് മെറ്റീരിയൽ. പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആൾ കംബാക്ക് ചെയ്തു. കരച്ചിലില്ലാണ്ട് സൈലന്റായി പോസിറ്റീവായി നിന്നുകൊണ്ട് ആള് വിന്നറായി മാറിയിട്ടുമുണ്ട്. അപ്പം നമ്മൾ പല ആൾക്കാരും ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും അത് അങ്ങനെയല്ല എന്നുള്ളതാണ് ഇതിൽ കൂടിയൊക്കെ തെളിയുന്നത്. ഒരു കൊച്ചു ജീവിച്ചു എന്നാൽ അതേസമയം വേറെത്തിയെ പറഞ്ഞിട്ട് പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ജീവിച്ചോട്ടെ. എന്താ അത് തന്നെയല്ലേ അനുമോളും. അനുമോളോട് എന്താ അപ്പം ഇച്ചിരി തൊഴിലെത്തോണ്ടുള്ള ദേഷ്യമാണ്. എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വിചാരിക്കും, എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആമ്പിള്ളേർ പറയുന്നത്? ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അസൂയ കൊണ്ടാന്ന് പറയും. ഇത് വെറുതെ അവളിങ്ങനെ ചെയ്തു, അവളങ്ങനെ ചെയ്തു, അവൾ കള്ളിയാണ് മറ്റേ. പിന്നെ അവിടെ വന്നവരെല്ലാം ഹരിചന്ദ്രൻ മഹാരാജാവിൻ്റെ മക്കളല്ലേ. ഞാൻ കണ്ടു എല്ലാവരെയും. അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ, അവരുടെ വേഷവിധാനം വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇത്ര ആമ്പിള്ള. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് റിയാക്ഷൻ വീഡിയോക്കാരെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. വീഡിയോ റിയാക്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ, അനുമോൾക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ കുശുമ്പ് എന്നും ആണുങ്ങളാണെങ്കിൽ എന്തിനാണ് എന്നാ മനസ്സിലാവാത്തതെന്ന്. ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പേഴ്സണൽ ഗ്രഡ്ജിൽ ഒരാളും വീഡിയോ ചെയ്യില്ല. എനിക്കിപ്പോൾ പേഴ്സണൽ ഗ്രഡ്ജുള്ള വ്യക്തിയായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കില്ല. അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അയാളുടെ ടോപ്പിക് അവിടെ വിടുക, നമ്മൾ ഫ്രണ്ടോട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് പേഴ്സണൽ ഗ്രഡ്ജ് അല്ല. നമ്മളെപ്പോഴും പറയില്ല, ഒരു സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഓരോ വ്യക്തിക്കും ഓരോ വ്യൂ ആണ്. അപ്പം അവരുടെ വ്യൂവിൽ നിന്നാണ് സംസാരിക്കുക. അത് ചില സിറ്റുവേഷനിൽ നോക്കുമ്പോൾ ശരിയാണ്, ചില സിറ്റുവേഷനിൽ നോക്കുമ്പോൾ തെറ്റാണ്. ഒരു കൗൺസിലർ എന്ന നിലയിൽ നമ്മളെപ്പോഴും പറയും, ക്ലയന്റിന്റെ വ്യൂവിൽ നിന്ന് നോക്കുന്ന അതേ സമയം തന്നെ അപ്പുറത്തെ ക്ലയന്റിന്റെ വ്യൂവിലും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് സംസാരിക്കാൻ പറ്റാൻ. അല്ലാണ്ട് ഒരാളുടെ സൈഡ് അല്ല ഒരാളുടെ വ്യൂ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസ് ഒരിക്കലും നമുക്ക് പോസിറ്റീവ്ലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടെ പറയേണ്ടത്. അവരുടെ വ്യൂവിൽ അവർ അനുവിനെ കാണുന്ന രീതി വെച്ചാണ് അവർ അനു സംസാരിക്കുന്നത്. ഇൻസ്റ്റഡ് അനുവിടെ വ്യൂവും കൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ പോസിറ്റീവായ രീതിയിൽ അവർക്ക് ആ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതൊരു അസൂയ കുശുമ്പിന്റെ ഒന്നല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് കണ്ടന്റ്. ഇനിയിപ്പോ ഒരു 3 months കഴിഞ്ഞിട്ടുണ്ട്. ഓഫ്കോഴ്സ് അനുമോൾ ബിഗ് ബോസ് കണ്ടന്റുകളൊക്കെ അവസാനിപ്പിച്ച് വേറെ പല കോണ്ടന്റുകളും വേറെ പല കോൺട്രവേഴ്സീസും വരും. അപ്പൊ അതോടെ നമുക്ക് തീരും. ഇത്രയേ ഉള്ളൂ. ചുറ്റിരിക്കുന്നു എനിക്ക് തോന്നാറുണ്ട്. അതിനൊന്നും പറയണ്ട, അതൊക്കെ നല്ല പിള്ളേരാ. അനുമോളാ പ്രശ്നം. അപ്പൊ അതൊക്കെ ചുമ്മാ, അതൊക്കെ വെറുതെ വ്യക്തിപരം. ആ കൊച്ചൊരു പാവം കൊച്ചാ, അത് അതിന്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. ഒരു ഉദ്ഘാടനത്തിന് പോയാലും ഞാൻ കൊണ്ടുപോയി ദോഹയില് ഞാൻ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ, ആ കുട്ടി സത്യം പറയാ, അത് നീ ചെല്ല് എന്ന് പറഞ്ഞപ്പോ അത് അങ്ങനെ വലിയ കാശൊന്നും ചോദിക്കുന്ന കൊച്ചല്ല. അതിന് കൂടെ പോകാനായിട്ട് ആരെങ്കിലും അമ്മയോ സഹോദരിയോ അച്ഛനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ കൂടെ ആരെങ്കിലും കാണും. ഒരു കൂട്ട് വേണമല്ലോ ഒരു കുട്ടി പോകും. സാമാന്യമായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കും. അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ജീവിതം. അത് തിരിച്ചു വന്നാൽ ഉടനെ വരുമ്പോഴോ അവളെക്കാട്ടിൽ അവളെ സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ ചേച്ചിയുടെ കുഞ്ഞിനുമൊക്കെ. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിനാ ഞാൻ എന്നോട് പറയുന്നത്? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഖത്തറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അയ്യോ എനിക്ക് പോകാൻ പയ്യോ അവരെന്നെ വിളിക്കുന്നത്, ഞാൻ നിന്നെ ഒന്ന് പോകാമോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പോവാം, അയ്യോ ആൻറ്റി ആൻറ്റി. അങ്ങനത്തെ ഉദ്ഘാടനങ്ങൾക്ക് പോകാൻ അവർക്ക് ഇഷ്ടമാണ്. കൊച്ചുകുട്ടിയല്ലേ. അപ്പോൾ അവളൊരു ദിവസം ദുബായിൽ പോയി, ഒന്ന് ഖത്തറിൽ പോയി, ബഹ്റൈനിൽ പോയി, ഷാർജയിൽ. ഇപ്പം കേട്ടതിൽ കൂടെ പറഞ്ഞതിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾ വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ഇന്നർ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഈവൻ ഞാൻ ഈ അടുത്ത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, റസ്മിനാന്ന് തോന്നുന്നു, റസ്മിന്റെ എങ്ങാനും ഒരു ക്ലിക്ക് ബൈറ്റ് ഞാൻ കണ്ടു. റസ്മിനാന്ന് തോന്നുന്നു, ഐ ഡോണ്ട് റിയലി റിമെമ്പർ.
ജസ്റ്റ് യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിൽ എങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടൊരു സാധനമാണ്. അതിൽ അനുമോൾ റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചോദിച്ചപ്പം റസ്മിൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. റസ്മിനാന്ന് തോന്നുന്നു, ഐ എം റിയലി സോറി, എനിക്ക് ഐഡിയ കിട്ടുന്നില്ല, പറഞ്ഞൊരു കാര്യമുണ്ട്. അനുമോളിനോടല്ല എല്ലാവർക്കും ദേഷ്യം, അനുമോളുടെ PR ആണ്. കാരണം അനുമോളുടെ PR അവരിൽ ഉണ്ടാക്കിയ കുറെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം തന്നെ ഈ റസ്മിൻ പറയുന്നുണ്ട്, അനു എന്ന് പറയുന്ന വ്യക്തി ഇന്നാള് ഫൈസലിന്റെ എങ്ങാനും ഹൗസ് വാമിങ്ങിന് വന്ന സമയത്ത് എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് വന്ന് മിണ്ടി ചിരിച്ച് സംസാരിച്ചു പോയി. അനു ഒരു ഗ്രഡ്ജും വെച്ചല്ല നിൽക്കുന്നേ എന്നുള്ളത്. അതാണ് അനുവിന്റെ ഏറ്റവും വലിയ ഇന്നർ ക്വാളിറ്റി എന്ന് പറയുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആദ്യമായിട്ടായിരിക്കും ഒരു കൂട്ടം കണ്ടസ്റ്റൻസുകൾ ഒരു വിന്നറിനെ നേരെ അറ്റാക്ക്. ഇപ്പൊ ജിൻഡോനെ നേരെ ഒരുപാട് അറ്റാക്ക് വരുന്നുണ്ട്. അത് ബിഗ് ബോസ് കഴിഞ്ഞ പാടൊന്നുമല്ല. അത് കഴിഞ്ഞതിന് ശേഷം ജിൻഡോന്റെ വായിൽ നിന്ന് വരുന്ന പല കാര്യങ്ങൾക്കുള്ള മറുപടി എന്ന രീതിയിൽ അറ്റാക്ക് വരുന്നത്. ഈവൻ തുടക്കത്തിലാണെങ്കിൽ അഖിൽമാരാർ, ശോഭ, ഇതൊക്കെ ഒരു ലിമിറ്റിലാണ്. പക്ഷെ ഇവിടെ അനു ഇറങ്ങിയ പാട് ഒരു കൂട്ടം ആൾക്കാർ റൗണ്ടിൽ നിന്നുകൊണ്ട് അനുവിൽ നെഗറ്റിവിറ്റി, ആ ലാസ്റ്റ് ഒരു 1 വീക്ക് ഇവർ കാണിച്ച കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് നമ്മൾ തന്നെ ഒരു ഇതായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ബാക്ക് ടു ബിഗ് ബോസ് ഹൗസിലോട്ട് എത്തുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയൊരു സാധനമൊക്കെ കാണിക്കുമ്പം എന്തായാലും അനു എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ അടുത്ത് ദേഷ്യമാണ് വേണ്ടത്. പക്ഷെ പല സിറ്റുവേഷനിലും അനു ചെന്ന് പലരോടും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, സംസാരിക്കുന്നു, അതിനോട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, ചിരിക്കുന്നു. അതൊക്കെ ആളുടെ ഒരു ഇന്നർ ക്വാളിറ്റിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളുടെ അടുത്ത് പലരും പലതും ചെയ്യും. തിരിച്ച് അതേ രീതി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ അവർ നമ്മളടുത്ത് പലതും ചെയ്യുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായി ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അങ്ങനത്തെ മനുഷ്യരൊക്കെ ലൈഫിൽ എവിടെ എത്തിയാലും ഡെഫിനറ്റ്ലി അവർ സക്സസിലോട്ട് എത്തും. ഇതൊക്കെ പറഞ്ഞത് അവരുടെ പ്രായത്തിൽ പണ്ട് നമ്മളും ഒക്കെ വിചാരിക്കും, അയ്യോ സുഖോട്ടം അയ്യോ എന്നെ കൊണ്ടുപോയില്ലേ ഷൂട്ടിങ്ങിന്. അന്നാ നമുക്ക് ഇപ്പൊ നമ്മളെ ഒരു 10 പ്രാവശ്യം പഠിച്ചു, അയ്യോ വയ്യേ പൊന്നു മക്കളെ ഇതുവായൊക്കെ ഒരുപാട് കണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നില്ല. അത് പ്രായത്തിന്റെ ഇതുകൊണ്ടാണ് അല്ലേ. അപ്പൊ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു കുട്ടി പോകുന്നതാണോ? പിന്നെ എത്ര 16 ലക്ഷം 16 ലക്ഷം PR 16 ലക്ഷം ഉണ്ടാകുന്ന അഭിനയിക്കാതെ ബിഗ് ബോസ് സീസൺ ഫുൾ ആണെങ്കിൽ 16 ലക്ഷം PR ആയിട്ട് ഇത് പറയുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ മുടക്കിയിരിക്കുന്നത്. അതാണ് അതിനകത്ത് സത്യം. പിന്നെ അതിനകത്ത് നല്ലൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്, എന്താണ് ഷാനവാസില്ലേ, എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അത് ആ കുട്ടി സംസാരിക്കുന്നതിനകത്ത് ആരോടും ഒരു പകയില്ല. അത് ഓഫ് കോഴ്സ് അനീഷും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അനീഷ് പിന്നെ ചിലപ്പോൾ എനിക്കൊന്നും കൂടുതൽ അങ്ങ് പാവത്താരെ പോലെ ഇത്രയും പാവം ആളോ ആയിരുന്നു എന്നൊക്കെ ഞാനങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രൊമോയുടെ റീൽസ് വരുമല്ലോ, അപ്പം അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുള്ള എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, എന്താണ് ഈ കുട്ടിയുടെ ഇത്ര വലിയ ദേഷ്യം? അല്ല, ഇന്നേ വരെ നമ്മൾ കാണാത്ത കുറേ ചെറുപ്പക്കാർ അങ്ങ് ഇതിൻ്റെ പേരിലൊരു യൂട്യൂബും ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു. പക്ഷേ കാര്യമായിട്ട് പറയുന്നതൊന്നും അനുമോളെ അങ്ങനെ ചീത്ത വിളിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ പറയുന്നത് നമ്മൾ കാണാതെ ചുമ്മാ 1-2 സംഭവത്തിന് വേണ്ടിയിട്ട് പ്രതികരണം അനീഷിനെ പറ്റിയും പറയുന്നുണ്ട്, ഇയാൾ ഇത്രത്തോളം പാവാണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും അയാൾ പാവം തന്നെയാണ്. എപ്പിസോഡ് കഴിഞ്ഞ് ഇന്ന് ഇറങ്ങിയിട്ടുള്ള ആളുടെ കുറെ വീഡിയോസും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും അയാൾ ശരിക്കും ഒരു പാവം മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ അയാൾ ഇത്രത്തോളം, ഞാൻ ഇന്നേ വരെ ബിഗ് ബോസ് എപ്പിസോഡിൽ ഒരാളിങ്ങനെ ഓവറായിട്ട് അങ്ങ് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് അയാൾ ജയിക്കണം എന്നൊന്നുമില്ല. ഗെയിമിന്റെ ഒരു പോക്ക് കാണുമ്പോൾ ഇയാൾ ജയിക്കും എന്നുള്ളൊരു തോട്ടാണ്. പക്ഷെ അനീഷിന്റെ പല സാഹചര്യങ്ങളും പല സിറ്റുവേഷനിലുള്ള പെരുമാറ്റമൊക്കെ കണ്ട സമയത്ത് ഞാനും ആഗ്രഹിച്ചിരുന്നു. അതിന് ശേഷം ആളൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല, ഒരു കോൺട്രവേഴ്സി ഞാൻ കണ്ടിട്ടില്ല, ഒരാളെ പറ്റി മോശമായി പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഈ ക്വാളിറ്റീസ് ഒക്കെ തന്നെയാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഷാനവാസിനെ പറഞ്ഞു, അനുവിനെ പറഞ്ഞു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് അവസാനിപ്പിച്ചു, എല്ലാവരും അവനവന്റെ ലൈഫും കാര്യങ്ങളൊക്കെ ആയി പോവുക. ഇനി കോൺട്രവേഴ്സീസും ടോപ്പിക്കും കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നന്നായി നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ദാറ്റ്സ് ഇറ്റ്. ഇനി എന്റെ ഒരു ആഗ്രഹം, നിങ്ങൾ സീസൺ 7 ആൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് സംസാരിക്കണം, വിഷയങ്ങളെല്ലാം സോൾവ് ചെയ്യണം, പോസിറ്റീവായി പോകണം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്കൊക്കെ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പം മരിക്കും, എന്താവും നമ്മളുടെ ജീവിതം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ പേഴ്സണൽ ഗ്രഡ്ജും കാര്യങ്ങളൊന്നും വെച്ച് പോയതുകൊണ്ട് കാര്യമല്ല. തെറ്റ് ചെയ്യുന്നവർ, നമ്മളോട് തെറ്റ് ചെയ്യുന്ന വ്യക്തികളോട് നമ്മൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഒരു ക്ഷമയാണ്. അതിൽ കൂടെ അവർക്ക് മനസ്സിലാവും നമ്മളുടെ വാല്യൂ. സോ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.